السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ ലോകത്തും പരലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ അതിമഹത്തായ അനുഗ്രഹമാണ് ഹൃദയവിശാലത. വളരെ ക്രൂരനും നീചനുമായ ഫിറഔൻ ചക്രവർത്തിയുടെ അടുത്തേക്ക് ഇസ്രായേലുടെ മോചനത്തിനായി മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു അയക്കുന്നുണ്ട്. അള്ളാഹു അയക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി സൂറ താഹയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, കാല റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഅഹ്ലുൽ ഉഖ്ദതൻ മിനൽ ലിസാനി യഫ്ഖഹു ഖൗലി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് ഹൃദയവിശാലത നൽകണമേ, എനിക്ക് എൻ്റെ കാര്യം നീ എളുപ്പമാക്കി തരണമേ, എൻ്റെ നാവിൽ നിന്ന് നീ കെട്ടഴിച്ചു തരണമേ. മൂസാ നബി അലൈഹിസ്സലാമിന് സംസാരത്തിൽ പ്രയാസമുള്ള ആളായിരുന്നു. നാവിന് വിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, മൂസാ നബിയുടെ സംസാരം എതിരാളിക്ക് മനസ്സിലാവുന്ന വിധത്തിലാവണമേ എന്ന്. പ്രയാസപ്പെട്ട് പറയുമ്പോൾ കാര്യം മനസ്സിലാവുകയും ചെയ്യണം. പറയുന്ന ആൾക്ക് പ്രയാസമുണ്ടാവാൻ പാടില്ല. ഇതേ കാര്യം തന്നെ ഹൃദയവിശാലത പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതായിട്ട് അള്ളാഹു അറിയിക്കുന്നുണ്ട്. സൂറ അശ്ശറഹിൽ, അലം നശ്റഹ് ലക സദ്റക്, എനിക്ക് ഞാൻ ഹൃദയത്തിന് വിശാലത നൽകിയില്ലേ എന്ന്. ആധുനിക ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന കടുത്ത പരീക്ഷണം മനസ്സംഘർഷമാണ്. അറിവ് കൊണ്ട് ഉന്നതിയിലെത്തി നിൽക്കുന്ന മനുഷ്യൻ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിൽ എന്താണ് പരിഹാരം എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അറബ് ലോകത്തെ വിഖ്യാത പണ്ഡിതനായ, തൂലിക കൊണ്ട് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇസ്ലാമിക ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ആയിദ അൽ ഖർനി എഴുതിയ അസ്ബാബ് ഇൻഷിറാഹ് സദർ എന്ന കൃതിയുണ്ട്. അത് മലയാളത്തിലേക്ക് ദഅവ ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളറിഞ്ഞ് ഉള്ളു തുറക്കാമെന്ന്. അതിൽ പറയുന്ന കാര്യം മനസ്സമാധാനം സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും താക്കോലാണെന്നും ദുഃഖം, നിരാശ, ആശങ്ക എന്നിവയെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണ രീതിയുടെ ഭാഗമാണെന്നും വിശ്വാസമില്ലായ്മയോ വിശ്വാസത്തിൽ തികവില്ലായ്മയോ ആണ് കാരണമെന്ന് അദ്ദേഹം പ്രതിപാദിക്കുന്നു. ജീവിതയാത്രയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ഹദീദിൽ അത് പറയുന്നുണ്ട്. മാ അസാബ ഫി മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും ഇല്ലാ ഫി കിതാബ് മിൻ ഖബൽ എൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങൾക്കോ ഭൂമിയിലോ ഒരു കുഴപ്പമോ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ വരില്ല, അത് വരുന്നതിന് മുമ്പേ അള്ളാഹുവിൻ്റെ രേഖയിൽ എഴുതി വച്ചിട്ടില്ലാതെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയവിശാലതയുണ്ടെങ്കിൽ, മനക്കരുത്തുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നേരിടാൻ കഴിയും. പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി തളരുകയല്ല, വളരുകയാണ് ചെയ്യുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും യഥാർത്ഥ വിശ്വാസി പറയും, തവക്കൽതു അലല്ലാഹ്. ഡോക്ടർ ആയിദ അൽ ഖർനി പറയുകയാണ്, ഹൃദയവിശാലതയ്ക്ക് മാനസികവും ശാരീരികവുമായ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, വസ്ത്രം കീറിയാൽ ഒരു ടൈലർ എടുത്ത് കൊണ്ടുപോയി അത് ശരിയാക്കാം. യന്ത്രത്തിന് കാറിനോ മറ്റോ തകരാറ് വന്നാൽ മെക്കാനിക്കിനെ കാണിക്കാം. അസുഖം വന്നാലോ ഡോക്ടറെ കാണിക്കാം, ചികിത്സ തേടാം. എന്നാൽ ഒരാൾക്ക് മനഃശാന്തി ഇല്ലെങ്കിൽ വലിയ ഡോക്ടറെ സമീപിച്ചിട്ടും എത്ര വില കൂടിയ മരുന്ന് കഴിച്ചിട്ടും ശമനം കിട്ടുകയില്ല. കാരണം മനസ്സിൻ്റെ ചാഞ്ചാട്ടം സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവിനെ അതിനുള്ള പരിഹാരം നൽകാൻ കഴിയുകയുള്ളൂ. ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ തഗാബുൻ 11-ാമത്തെ ആയത്തിൽ വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ യാതൊരു വിപത്തും ബാധിച്ചിട്ടില്ല. വല്ലവനും അള്ളാഹുവിങ്കൽ വിശ്വസിക്കുന്ന പക്ഷം അവൻ്റെ ഹൃദയത്തെ അവൻ നേർവഴിയിലാക്കുന്നു. അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു.
വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.